Okay, നമ്മൾ സെക്ഷൻ 3.4 തിയറം 13. The statement is if f is Riemann integrable and bounded over the finite interval closed interval AB. Okay. Then f is integrable. The statement is given as if f is Riemann integrable and bounded on some finite interval AB, then prove that f is integrable. Then f is integrable means f is Lebesgue integrable and also Riemann integral equal to Riemann integral on AB, that is RAB f dx is equal to integral AB f dx, that is Lebesgue integrable form. ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. ഓക്കെ, given that f is Riemann integrable, you know Riemann integrable means there exists a sequence. We select let Dn be a sequence of partitions on AB. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവലിനെ പാർട്ടീഷനാക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഓരോ പാർട്ടീഷൻസാണ് ഡി എൻ കൊണ്ട് ഉദ്ദേശിക്കുക. D1 ഒരു പാർട്ടീഷൻ, D2 അനദർ പാർട്ടീഷൻ, D3 അനദർ പാർട്ടീഷൻ ആൻഡ് സോ ഓൺ, സച്ച് ദാറ്റ് ക്യാപിറ്റൽ എസ് ഡി എൻ മൈനസ് സ്മോൾ എസ് ഡി എൻ, which is that they are same, they are equal. Now we assume that are less than 1 by n for each n. If is a Riemann integrable, then SDN's upper sum equal to lower sum, but that means the difference is very 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 small. In this case we select the difference as 1 by n for each n. As n tends to infinity, then SDN equal to SDN's capital upper sum equal to lower sum, Riemann upper sum equal to Riemann lower sum. And also this can be again written as, since it is given as f is Riemann integrable, so that is infimum of capital SDN is equal to supremum of small ലോവർ സമ്മിൻ്റെ ഹയർ വാല്യൂ എടുക്കും, അപ്പർ സമ്മിൻ്റെ മിനിമം വാല്യൂ, ദാറ്റ് ഈസ് അപ്പർ സമ്മിൻ്റെ ഇൻഫിമം ഈസ് ഈക്വൽ ടു ലോവർ സമ്മിൻ്റെ സുപ്രീമം ആൻഡ് ഈക്വൽ ടു ദാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പർ സമ്മ് കുറഞ്ഞു വരും, ലോവർ സമ്മ് കൂടി വരും ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി. ആൻഡ് അറ്റ് എ ടൈം സം ടൈം ദേ reach the same value. That value is called Riemann integrable value or integral a to b f ds. It is given that f is Riemann integrable, then we have infimum SDN equal to supremum SDN equal to Riemann integral a to b f dx. Okay. Now to prove that f is integrable, for that we again assume or define step function u1 and ln as follows. And let dn, we again assume dn equal to starting point a, that is I0, psi1, psi2 etc. Psi m equal to b. It's a partition on closed interval AB. And also define UNA and LNA is എഫ് ഓഫ് എ. നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എ മുതൽ ബി വരെയുള്ള ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എ ആണ്. ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എ ആണ്. അതിന് ഈക്വലാണ് യു എൻ എ എന്നും എൽ എ എന്നും അസ്യൂം ചെയ്യുക. അപ്പോൾ യു എന്നും എൽ എന്നൊക്കെ എന്താണ്, ഫംഗ്ഷൻസ് ഓൺ എ ബി ആണ്. അതൊക്കെ അസ്യൂം ചെയ്യുക, ഡിഫൈൻ ചെയ്യുകയാണ്. ആൻഡ് ആൾസോ അസ്യൂം ദാറ്റ് നെയിംഡ് as unx ഈസ് ഈക്വൽ ടു u for upper, so it is capital Mi, and ln x is equal to small mi.
where capital Mi is the supreme value of f over the here I. Therefore, supreme of f over psi I minus 1 psi I. നമ്മളൊരു സബ് ഇൻ്റർവൽ കൺസിഡർ ചെയ്യുന്നു. ആ സബ് ഇൻ്റർവലിലെ എഫിൻ്റെ സുപ്രീം വാല്യൂവിനെ ക്യാപിറ്റൽ എം ഐ എന്നും ഇൻഫിമം വാല്യൂവിനെ സ്മോൾ എം ഐ എന്നും ഡിനോട്ട് ചെയ്യുന്നു. സപ്പോസ് നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ സബ് ഇൻ്റർവലാണ് നമ്മൾ കാണിച്ച ഈ സൈ ഐ മൈനസ് 1 കോമ സൈ ഐ മൈനസ് 1 കോമ സൈ ഐ മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവൽ സൈ ഐ മൈനസ് 1 സൈ ഐ. ആ ഇൻ്റർവലാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏതൊരു എക്സ് എടുത്താലും UN(x) എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഐ ആണ്. ക്യാപിറ്റൽ എം ഐ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തതാണ്. ഈ എൻ്റെ ചിത്രത്തിൽ എൻ്റെ ആ ഇൻ്റർവലിലെ മാക്സിമം വാല്യൂ. അതേപോലെ സ്മോൾ എം ഐ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്, അതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ. അത് ഞാൻ കാണിച്ചിരിക്കുന്നത് റെഡിൽ മാർക്ക് ചെയ്ത ലെങ്താണ്. ഓക്കെ, നമ്മളങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യുകയാണ്. ഓരോന്നും നമ്മൾ അസ്യൂം ചെയ്യും, ഇതിൻ്റെ സാധനം എടുക്കുകയാണ്. എന്നതിന് വേണ്ടി നമ്മുടെ ഈ എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് അസ്യൂം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്ലിയർലി സ്മോൾ എൽ എൻ ആൻഡ് UN ആർ മെഷറബിൾ ആൻഡ് ബൗണ്ടഡ്. നമുക്കറിയാം തരുന്ന ഫങ്ഷൻസ് ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇമേജസ് എല്ലാം എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ UN എന്ന് പറയുന്നതും LN എന്ന് പറയുന്നതും നമ്മളെടുക്കുന്ന ഇൻ്റർവൽ, ഓരോ ഇൻ്റർവലിൻ്റെയും ഫങ്ഷൻ വാല്യൂ ആണ്. ആ ഫങ്ഷൻ വാല്യൂവിൻ്റെ അപ്പർ വാല്യൂയും ലോവർ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ആൻഡ് ആൾസോ മെഷറബിൾ. Then LN and UN are integrable on AB by theorem. F is measurable and bounded, then F is integrable on that interval. Okay, now we assume the capital SDN. Capital SDN means sigma I equal to 1 to M, then അതിൻ്റെ ഫങ്ഷൻ വാല്യൂ MI, then psi I minus psi I minus 1. കഴിഞ്ഞ ദിവസം പറഞ്ഞു അതങ്ങനെ. ഈ psi I minus psi I minus 1 എന്ന് വെച്ചാൽ ഈ ലെങ്ത്. MI എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫങ്ഷൻ എങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ ലഭിക്കുന്ന മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അത് ഹൈറ്റായി വരുന്ന റെക്റ്റാങ്കിൾ ഫോം ചെയ്യും. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് MI ഇൻറ്റു psi I മൈനസ് I മൈനസ് 1. അങ്ങനെയുള്ള എല്ലാ ഏരിയയും സം ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ SDN. ഓക്കെ, and again this can be written as sigma I equal to 1 to M. MI into psi I minus psi I minus can be written as integral by theorem integral psi I minus 1 to psi I, then UN dx by theorem. This can be written as integral psi I minus 1 to psi I UN dx. Okay, now we put I equal to 1 and 2 and using summation, then we get psi naught psi 1 UN dx plus psi I minus 1 psi 2 UN dx, etc. Then last psi M minus 1 psi M UN dx. This is equal to small a and this is equal to small b. Then the additive property of integration, this can be written as integral a to b UN dx. Additive property of integration or definite integral
ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി എഫ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി എഫ് ഡി എക്സ്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ കിട്ടിയും ക്യാപിറ്റൽ എസ് ഡി എൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി യു എൻ ഡി എക്സ് എന്നും, അതേപോലെ സ്മോൾ എസ് ഡി എൻ എന്ന് പറയും ഇതേപോലെ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എൽ എൻ ഡി എക്സ് എന്നും കിട്ടി. ഓക്കെ, now we again write capital U is taken as infimum of capital U, the small un, and capital L equal to supreme of L. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമ്മൾ യു എൻ എന്ന് പറയുന്ന അപ്പർ ലെങ്താണ് യു എൻ എന്ന് പറയുന്നത്, ഹയർ ഏറ്റവും കൂടിയ ലെങ്ത്. ആ ഫംഗ്ഷൻ ലഭിക്കുന്ന നമ്മളിങ്ങനെ ലഭിക്കുന്ന ഇപ്പോൾ യു എൻ, ഓരോ യു എൻ ഇങ്ങനെയാണ്. വാസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ദെൻ ഇൻഫിമം യു എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന ലെങ്തുകളുടെ ഓരോ സബ് ഇൻ്റർവലിലെയും ലെങ്തുകളിലെ ഹയസ്റ്റ് വാല്യൂവിൻ്റെ ഇൻഫിമം സെലക്ട് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലഭിക്കുന്ന ഓരോ ഇൻ്റർവെല്ലിലെയും ഏറ്റവും കുറഞ്ഞ ഫങ്ഷൻ വാല്യൂസിൻ്റെ കളക്ഷൻ എടുക്കുന്നു. ആ കളക്ഷൻ്റെ സുപ്രീം വാല്യൂ സെലക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ആൾസോ ഫ്രം ദി ഫിഗർ എൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മളത് പറഞ്ഞല്ലേ, നമ്മൾ ഈ എടുക്കുന്ന ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത ഇൻ്റർവെല്ലിൽ നമുക്കറിയാം ഈ ലെങ്താണ് നമ്മൾ ഏതൊരു എൽ എൻ എന്ന് സൂചിപ്പിക്കുക, ഇതിനെ നമ്മൾ യു എൻ എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എഫ് വാല്യൂ എന്ന് പറയുന്നത് എൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എൻ എന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫ് ആയിരിക്കും. ഇതെല്ലാം ഓരോ എഫുകളാണ്, ഓരോ വാല്യൂസും എഫ് വാല്യൂസാണ്. സോ എഫ് ലൈസ് ബിറ്റ്വീൻ എൽ എൻ ആൻഡ് യു എൻ ഫോർ എവറി എക്സ്. ലെറ്റിംഗ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, then ഈ ക്യാപിറ്റൽ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. നമ്മളിവിടെ ഇതും യു എൽ എൻ ഇവിടെ സുപ്രീമം ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിമം ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. This becomes capital L, this becomes capital U. So as n tends to infinity, capital L less than or equal to F less than or equal to U എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കലി അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻ്റഗ്രേഷൻ, നമ്മൾ ഈ പ്രൂഫിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് യു മൈനസ് എൽ നമുക്ക് രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സെൻസ്. യു മൈനസ് എൽ ഗ്രേറ്റർ ദാൻ 1/, ഈക്വൽ ആകണമെങ്കിൽ യു മൈനസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാൽ ലെസ് ദാൻ 1/k ആകണം. ആൻഡ് k for every k or k tends to infinity, this u minus l equal to 0, then u equal l. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യുന്നതിന് യു മൈനസ് എൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ശരിയാകുന്ന പോയിൻറ്റ്സുകൾ എക്സ് ഉണ്ടോ എന്ന് ഡൊമൈനിൽ എ ബി എന്ന ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള എക്സുകൾ യു മൈനസ് എൽ യുവിൻ്റെ എല്ലിൻ്റെയും ഡിഫറൻസ് മോർ ദാൻ 1/k ആകുന്ന പോയിൻറ്റ്സുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇല്ല എന്ന് കിട്ടും. ഇല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഇങ്ങനെ വരും. അപ്പോൾ k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു ഈക്വൽ ടു എൽ ആകും. അടുത്ത 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് കിടക്കുകയാണ്. ഇതെൻ്റെ ഒരു സ്കൾട്ടാണ് ആ പ്രൂഫിൻ്റെ. അപ്പോൾ യു ഈക്വൽ ടു ക്യാപിറ്റൽ യുവും ക്യാപിറ്റൽ എല്ലും ഈക്വൽ ആണെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഒരു എങ്ങനെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ചില എക്സുകൾ എടുക്കുക. എങ്ങനെയുള്ള എക്സുകൾ? എങ്ങനെ
their difference ux minus lx ഗ്രേറ്റർ ദാൻ 1/k ആകുന്ന പോയിൻസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഈ സെറ്റിന് ഞാൻ ഇ കെ എന്ന് പേര് കൊടുക്കുന്നു. ഇ കെ ഓർ കെ, ഇ കെ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മെഷറിനെ ഞാൻ സ്മോൾ എ എന്ന് പേര് കൊടുത്തു. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ക്ലിയർ ആയല്ലോ. അതിനു വേണ്ടി നോക്കൂ, നമ്മളിവിടെ ഇ കെയിൽ ഓൺ ഇ കെ യു മൈനസ് എൽ ഗ്രേറ്റർ ദാൻ 1/k ആണ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ യു? ഇൻഫിമം ഓഫ് യു എൻ, എൽ മീൻസ് സുപ്രീമം ഓഫ് എൽ എൻ ഓർ അസംഷൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/k ഈസ് ഗിവൺ. ഓക്കെ, ഈ ഇൻഫിമം മൈനസ് സുപ്രീമം, സുപ്രീമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുത്ത് മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ 1/k ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തീർച്ചയായും ഇൻഫിമം എഴുതിയാലും ഈ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകില്ല. നമ്മളൊരു നമ്പറിൽ നിന്നും, ഇപ്പോൾ 10ൽ നിന്നും ഒരു നമ്പർ മൈനസ് ചെയ്യുന്നു. ആ മൈനസ് ചെയ്യുന്ന ഒരു സെറ്റ് എലമെൻ്റ് എൽ അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ എസ് ആണ് മൈനസ് ചെയ്യുന്നത്. എസ്സിന് സ്വീകരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ് ഇങ്ങനെ 2, 3, 5 എക്സ് സപ്പോസ്. അപ്പോൾ ഇതില്ലേ ഈ എസ്സിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുത്ത് മൈനസ് ചെയ്യുമ്പോൾ 1/k കൂടുതലാണ്, ഏറ്റവും വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും 1/k എന്തായിരിക്കും? മോർ ദാൻ ആയിരിക്കും. അപ്പോൾ ഈ സുപ്രീമത്തിന് പകരം നമ്മൾ ഇൻഫിമം കൊടുത്താലും ആ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഓക്കെ, ദെൻ ഇൻഫിമം ഈസ് കോമൺ യു എൻ മൈനസ് എൽ എൻ ഗ്രേറ്റർ ദാൻ 1/k, ദറ്റ് ഈസ് യു എൻ മൈനസ് എൽ എൻ ഗ്രേറ്റർ ദാൻ 1/k for every n by theory. Therefore integral a to b un minus ln dx greater than or equal to ഇൻ്റഗ്രൽ. നമ്മൾ ഇ കെയിലെ കാര്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇ കെ എന്ന സെറ്റിലാണ് ഇവിടെ പരിശോധന. യു എൻ മൈനസ് എൽ എൻ dx which is greater than un minus ln is greater than 1/k, then integral ek 1/k dx. Okay, then 1/k is constant, so greater than 1/k into integral ek dx. Then what is integral ek dx? That is equal to measure of ek by definition. Then measure of ek we defined named as small a by a by k. That is a by k is equal to 1/k into measure of ek is less than integral a to b un minus ln dx. ഇത് കണക്ട് അത് തിരിച്ചെഴുതി, റിവേഴ്സ് എഴുതി. എൻ്റെ റിവേഴ്സ് ഓർഡറിൽ ഇപ്പോൾ തൊട്ട് മുമ്പ് എഴുതിയ സെൻറ്റൻസ് തിരിച്ചെഴുതി. ദെൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി യു എൻ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എൽ എൻ ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി യു എൻ ഡി എക്സിനെ നമ്മൾ എന്താ പേര് കൊടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ എസ് ഡി എൻ. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എൽ എൻ ഡി എക്സിന് സ്മോൾ എസ് ഡി എൻ. And this value is less than 1/n. അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. എസ് ഡി എൻ മൈനസ് എസ് ഡി എൻ ഈസ് 1/k or we named as 1/n. Okay, that is 1/ka less than 1/n
for every n. Therefore, as n tends to infinity, 1 by k is equal to or less than or equal to 0. A for the measure which is already positive, therefore a equal to 0. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള എങ്ങനെ യു മൈനസ് എൽ ഗ്രേറ്റർ ദാൻ 1 ബൈ കെ ആകുന്ന എക്സുകൾ ഉണ്ടെങ്കിൽ ആ എക്സുകളുടെ മെഷർ 0 ആണ്. Then by theory, u minus L is less than or equal to 1 by k almost everywhere for all k. And letting k tends to infinity, therefore u equal to capital U equal to L almost everywhere. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് ക്യാപിറ്റൽ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ യു ആൻഡ് എൽ ആൻഡ് യു ആർ ഈക്വൽ ദെയർഫോർ യു ഈക്വൽ ടു എൽ ഈക്വൽ ടു എഫ് ആൻഡ് ക്യാപിറ്റൽ യു ആൻഡ് ക്യാപിറ്റൽ എൽ ആർ then what is capital U? Infimum of un, and un is measurable, so therefore capital U is measurable. Similarly, capital L is measurable, therefore f is measurable. They are equal. And also f is bounded. F is measurable and bounded on a finite interval AB, therefore f is integrable on AB. By theory, f is measurable and bounded, then f is integrable. അപ്പോൾ എഫ് മെഷറബിൾ ആണെന്ന് പറയുന്നതിന് നമ്മൾ എന്താ ചെയ്തേ? എഫിനെ യുവിന് എല്ലിന് ഈക്വലാണെന്ന് തെളിയിച്ചു. യു എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് യു എൻ, എൽ ഈക്വൽ സുപ്രീം ഓഫ് എൽ എൻ, ആൻഡ് യു എൻ ആൻഡ് എൽ എൻ ആർ മെഷറബിൾ. Therefore infimum and supreme are measurable. Therefore capital U and capital L are measurable. Therefore f is measurable, and also given f is bounded, therefore f is integrable on AB. Hence the first result. And for second result, we have ln less than or equal to f less than or equal to un for every n. Then integral a to be ln dx less than or equal to integral a to be f dx less than or equal to integral a to be un dx. Okay. And integral a to be ln dx means s dn, small s dn less than or equal to integral a to be f dx less than or equal to capital S dn. And we take supremum in left side of inequality and infimum on right side of the inequality as n tends to infinity. Therefore Riemann integral a to b f dx is equal to integral a to b f dx. നമ്മൾ തൊട്ട് ആദ്യം പറഞ്ഞു റീമാൻ ഇൻ്റഗ്രൽ ആകുമ്പോൾ ഈ സുപ്രീമം ഓഫ് എസ് ഡി എന്നും ഇൻഫിമം ഓഫ് എസ് ഡി എന്നും സെയിം ആണ്, ഈക്വലാണ്. റീമാൻ ഇൻ്റഗ്രൽ ആകുമ്പം അപ്പർ സമ്മ് കുറഞ്ഞ് വരും, ലോവർ സമ്മ് കൂടി വരും, രണ്ടും ഈക്വലാകും. അപ്പോൾ അങ്ങനെ ഈക്വലാകുന്ന വാല്യൂ ആണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സുപ്രീമം എസ് ഡി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ക്യാപിറ്റൽ എസ് ഡി എൻ. Therefore r integral a to b f dx equal to integral a to b f dx. That is രണ്ടും റീമാനും ലെബേക്കും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ.